എത്ര തകർന്ന മനസ്സും ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിലൂടെ നമുക്ക് നേരെയാക്കാം. 1000 കോഴിക്ക് അരക്കാട എന്ന് വെച്ചാൽ 1000 കോഴി മുട്ട കഴിച്ചാൽ കിട്ടുന്ന അത്രയും എനർജി അരക്കാട മുട്ട കഴിച്ചാൽ ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് ഇണങ്ങുന്ന ഏത് ഭക്ഷണം കഴിച്ചാലും അതൊരു ലിമിറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇവയെല്ലാം അതിപുരാതന നിഗൂഢ ശാസ്ത്രങ്ങളിൽ നിന്നും കളക്ട് ചെയ്തെടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്ന അറിവുകളാണ്. അതായത് ഒരു 10 പ്രാവശ്യം ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതേ സ്പീഡിൽ തന്നെ പുറത്തേക്ക് വിടുക. അമിതമായ മനോസംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഈ പ്രസ്തുത മെഴുകുതിരി ഇരുവശവും ഒരേ സമയം തീ കൊളുത്തിയാൽ എങ്ങനെയിരിക്കും? പകുതി സമയം കൊണ്ട് ജീവിതം തീരും. സാമ്പത്തികമാകാം, സാമൂഹികമാകാം, കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ രോഗദുരിതങ്ങളിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങളാകാം. പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. ഇനി അതല്ല ഇത് മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു മെഡിറ്റേഷനുമാണ്. യോഗ എന്നാൽ ആർഷഭാരതത്തിലെ മുനിശ്രേഷ്ഠന്മാർ തങ്ങളുടെ വരും തലമുറയുടെ ശാരീരിക മാനസിക ശാന്തിക്ക് വേണ്ടി അവർ വികസിപ്പിച്ചെടുത്ത പൈതൃകമാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം ഏതുമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ അത് ഏതുമായിക്കൊള്ളട്ടെ, അതൊന്നും ഇതിനൊരു തടസ്സമാകുന്നതല്ല. ധ്യാനം ആദ്യമായിട്ട് പരിശീലിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇങ്ങനെയാണ് ധ്യാനത്തിൻ്റെ ആരംഭം ഒരാൾ കുറിക്കേണ്ടത്.